നല്ല മണവും രുചിയോടുകൂടിയുള്ള സദ്യ സ്പെഷ്യൽ സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ നമുക്ക് തയ്യാറാക്കാം. സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അരക്കപ്പ് പരിപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത പച്ചക്കറിയും 3 പച്ചമുളകും 3/4 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും വേവിക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് 3 വിസിൽ കേൾക്കുന്നിടം വരെ വേവിച്ചെടുക്കാം. ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ചെറിയുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ലൈറ്റ് നിറവാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു ഗോൾഡൻ നിറവാകുമ്പോഴത്തേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും 1/2 സ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്തതും വെണ്ടയ്ക്ക കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെന്ത് വന്ന പച്ചക്കറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് പിഴിഞ്ഞ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഓണം സദ്യ സ്പെഷ്യൽ സാമ്പാർ തയ്യാറായിട്ടുണ്ട്.